എല്ലാവർക്കും റാണീസ് രുചിക്കൂട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയാലോ? അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പച്ചരി നന്നായിട്ട് 2-3 പ്രാവശ്യമൊക്കെ വാഷ് ചെയ്തിട്ട് 3 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നാളികേരം ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി എടുത്തിട്ടുള്ളത് വേണം കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ കറുത്ത എള്ള് ഇവിടെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതേ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് മൈദ, ഇനി ഒരു 3-4 ഏലക്ക, ഇനി നമ്മുടെ ശർക്കര 1 ഗ്ലാസ് തന്നെ എടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടി ശർക്കര ഇടുകയാണ് കേട്ടോ. ഇതേ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ സമയം തന്നെ നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 ടീസ്പൂൺ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മുടെ തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ എത്തുന്നത് വരെ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. അതും മീഡിയം ഫ്ലെയിമിൽ മതി കേട്ടോ. നാളികേരം ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു കളറാണ് എത്തേണ്ടത്. ഈ കളറായി കഴിയുമ്പോൾ നമുക്ക് ബർണർ ഓഫ് ചെയ്ത് അതും മാറ്റി വെക്കാം കേട്ടോ. അതാ നമ്മുടെ ശർക്കര ഇപ്പോൾ ഉരുക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയൊന്ന് വെക്കാം, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരി അരയ്ക്കണമെങ്കിൽ അതിനു മുമ്പേ നമ്മുടെ ഈ ശർക്കര ഉരുക്കിയത് നല്ലോണം ഒന്ന് തണുക്കണം. കാരണം അത് ഒഴിച്ചിട്ടാണ് നമ്മളിത് അരയ്ക്കുന്നത് കേട്ടോ. തണുത്തതിന് ശേഷം മിക്സി ജാറിനകത്തേക്ക് നമ്മൾ ഈ അരി ഇടുകയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദയും കൂടെ അതിനകത്തേക്ക് തന്നെ ചേർക്കുന്നു. പിന്നെ ഉരുക്കിയ ശർക്കരയും കൂടെ ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചെറിയ തരിയോട് കൂടി ഇത് നമ്മൾ അരച്ചെടുക്കുകയാണ്. തീരെ നൈസ് ആവണ്ടെന്ന് അർത്ഥം. ഞാനിത് ഒഴിക്കുന്നത് മുമ്പ് നമ്മൾ ശർക്കര ഉരുക്കിയ പാത്രമില്ലേ, അതിനകത്തേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ശർക്കരയുടെയാണ് കാണുന്ന ഈ ബ്രൗണിഷ് കളറേ. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരം ഇതിനകത്തേക്ക് ചേർക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ എള്ള് നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ, അതും കൂടെ ചേർക്കണം. പിന്നെ ഏലക്ക പൊടിച്ചതും. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നാളികേരം ചേർക്കുമ്പോൾ അതിൻ്റെ നെയ്യും കൂടെ അതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ. അത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതൊന്ന് 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വരും, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കണ്ടേ? അപ്പോൾ ഞാനതിന് വേണ്ടി ചെറിയൊരു ചീനിച്ചട്ടി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളിത് ഇതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു 1/2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് മറിച്ചിടണം. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നേക്കുന്നത് കണ്ടോ. നമ്മൾ ഇതിനകത്ത് സോഡയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. സോഡാപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ മറിച്ചിടണം. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു കളറിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നെയ്യപ്പം കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. ഈ റെസിപ്പി വളരെ ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. Till then, bye bye, take care.